തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 32-ാം ദിവസമായ ഇന്ന് നാം നോമ്പാചരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നോമ്പുകാലം കേവലം ഭക്ഷണം ഉപേക്ഷിക്കലല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും നവീകരിക്കാനുള്ള ഒരു തീർത്ഥാടനമാണ്. നമ്മുടെ അഹന്തയെയും സ്വാർത്ഥതയെയും മാറ്റിവെച്ച് ദൈവത്തിലേക്കും മറ്റുള്ളവരിലേക്കും തിരിയുന്ന സമയമാണിത്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മെ വിനയമുള്ളവരാക്കാൻ സഹായിക്കുന്നു. തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് വിദ്വേഷം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഉപവാസം പൂർണ്ണമാകില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അതുകൊണ്ട് നാവ് കൊണ്ടും ചിന്ത കൊണ്ടും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. നാം അല്പം ദേഷ്യത്തോടുകൂടി, അല്പം നീരസത്തോടുകൂടി മാറ്റി നിർത്തിയിരിക്കുന്നവർക്ക് ഉള്ളറിഞ്ഞ് മാപ്പ് കൊടുക്കാം. അവരുടെ ഉയർച്ചയ്ക്കായി, വളർച്ചയ്ക്കായി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. വിശക്കുന്നവനെ ആഹാരം നൽകുന്നതിലും ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നതിലുമാണ് നോമ്പിൻ്റെ യഥാർത്ഥ ചൈതന്യം അടങ്ങിയിരിക്കുന്നത്. യോഹന്നാൻ 3:36 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനും പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. സ്വപുത്രനെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞാൽ, ആ സ്നേഹം സ്വന്തമാക്കാൻ സാധിച്ചാൽ ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയാം. അതുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടും ഈ നോമ്പുകാലം നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.